ടാറ്റാ ബൈ ബൈ. രാവിലെ തന്നെ മക്കളോട് മുത്തവും മേടിച്ചിട്ട് ഉപ്പാക്കെല്ലാം ചായയും കൊണ്ടാണ് ഞാൻ നടന്നത്. ഉപ്പാന്റെ പീടിയും എന്റെ സ്റ്റുഡിയോ അടുത്തടുത്ത് തന്നെ ആയതുകൊണ്ട് ചായ ഇടക്കിടക്ക് ഞാനാന്ന് കൊണ്ടുപോകല് കേട്ടോ. ഇതാണ് എന്റെ സ്റ്റുഡിയോന്റെ ഔട്ട് വ്യൂ. ഉള്ളിൽ കയറിയാൽ നേരെ തിരിച്ചു വന്നു കേട്ടോ. ഈ മാസം വർക്ക് വളരെ കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ അപൂർവമാണ് കേട്ടോ സ്റ്റുഡിയോയിലേക്ക് വരുന്നത്. സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണ്. എന്റെ മെയിൻ ജോബും അത് തന്നെയാണ് കേട്ടോ. അങ്ങനെ സ്റ്റുഡിയോ എന്ന് ഇറങ്ങിയിട്ടാകുമ്പോ നമ്മളെ പാത്തുമ്മാനെ കാണുന്നത്. എന്തെന്ന് അച്ഛനോടെ എന്റെ മുടി നിറച്ചു നിന്നില്ല ബേജാറാന്ന് കേട്ടോ അവള് പറയുന്നത്. സ്റ്റുഡിയോയിൽ ഇരുന്ന് സമയം പോയത് അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് വൈകുന്നേരത്തെ ചായ കുടിക്കാൻ വേണ്ടിട്ട് പെരക്കേക്ക് വന്നതാണ് കേട്ടാ. ഈ വക ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഒരു പുഴുങ്ങിയ മുട്ടയും കട്ടൻ ചായയാണ് ഇന്നത്തെ സ്പെഷ്യലായിട്ട് അടിച്ചത്. വീണ്ടും ഉപ്പാക്കുള്ള ചായ ആയിട്ട് ഞാൻ ഉപ്പാന്റെ പീടിയിലേക്ക് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ടൗണിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ RX സെന്റർ എടുത്തിട്ട് പോവാന്നാ വിചാരിച്ചു. ഒറ്റ ചവിട്ടിന് തന്നെ വണ്ടി സ്റ്റാർട്ടായി തരും കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല സുഖമാണ്. RXന്റെ സൗണ്ടും കേട്ടിട്ട് ഇങ്ങനെ പോവാന് വേറെ ഒരു രസമാണ് കേട്ടോ. ഇപ്പൊ എത്തിയിട്ടുള്ളത് നീലേശ്വരം ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് നമ്മളെ പുതിയൊരു കഫേ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലേക്ക് കൂടിയാണ് അതിൽ പോകേണ്ടത് കേട്ടോ. കഫേന്റെ പേര് ചിക്സ് കഫേ എന്നാണ്. കസ്റ്റമേഴ്സ് എല്ലാം വന്നും പോയിരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാരും ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. സമയം 5:20 ആയിട്ടുണ്ട് കേട്ടോ. എന്റെ വീഡിയോ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ രണ്ടാൾക്കാരെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം നമ്മൾക്ക് കടയിൽ എന്തായാലും തിരക്കും കൂടിയിട്ടുണ്ട്. നമ്മളെ ഷോപ്പിന്റെ തൊട്ടിപ്പുറത്തുള്ള പാരീസ് ഡ്രസ്സിന്റെ ഷോപ്പാണ് കേട്ടോ ഇത്. നീലേശ്വരത്ത് എല്ലാ ഡ്രസ് ഐറ്റംസും കിട്ടുന്ന ഒരേ ഒരു ഷോപ്പാണ് കേട്ടോ നമ്മുടെ പാരീസ്. ഓണത്തിന്റെയും നബിദിനത്തിന്റെ എല്ലാം ഒരുപാട് സ്റ്റോക്ക് ഷോപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മുതലാളി കോഴിക്കോട്ടുകാരനാണെങ്കിലും നാട്ടിൽ തന്നെ സെറ്റിലായിട്ട് കുറെ വർഷങ്ങളായിട്ട്, അതുകൊണ്ട് തന്നെ നമ്മളെ നാട്ടിലത്തെ മുക്കും മൂലയും എല്ലാം ഇവർക്ക് പരിചയമാണ്. പാരീസിനെ കുറിച്ച് അറിയുന്നവരൊന്ന് കമന്റ് ഇടണേ. ഷോപ്പിലിരുന്നാൽ അങ്ങനെ സമയം പോകുന്നത് അറിയില്ല കേട്ടോ. എന്നാലും ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം.